ഹായ്, ഇന്നൊരു സിമ്പിൾ മിക്സഡ് ഫ്രൈഡ് റൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മോൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഞാൻ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തും മുട്ട മിക്സ് ചെയ്തും വെജിറ്റബിൾസ് സാലഡിനുള്ളതും മിക്സഡ് ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനകത്ത് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ഒരിച്ചിരി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. മുട്ടയ്ക്കകത്തും ഉപ്പും കുരുമുളകും പൊടി മാത്രമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരിയുള്ള എല്ലാം കുട്ടിയുള്ളതുകൊണ്ട്. പിന്നെ സോസ് എടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് എടുക്കുന്നുണ്ട്, ഗ്രീൻ ചില്ലി സോസ് എടുക്കുന്നുണ്ട്, സോയ സോസ് എടുക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസായിട്ട് ക്യാബേജ്, ക്യാരറ്റ്, കോണ്, അങ്ങനെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ സാലഡിന് സെപ്പറേറ്റ്, അതുപോലെ തന്നെ സവോളയുണ്ട്, തക്കാളിയുണ്ട്, ക്യാരറ്റുണ്ട്, അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 കിലോ ബസ്മതി റൈസ് വെള്ളത്തിലൊഴിച്ചിട്ട് അതിനകത്തോട്ട് ഇച്ചിരി നാരങ്ങ ഉപ്പിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ പാനിൽ നമുക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ വറുക്കണം. അത് കഴിയുമ്പോൾ എഗ്ഗ് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിന് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ വറുക്കാനിടാം. ചിക്കൻ ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ട് പയ്യൊന്ന് വറുത്തെടുക്കുന്നേ ഉള്ളൂ. കുഞ്ഞിനെ മെയിൻ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കുന്നൊരു ഫുഡാണ്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും ചിക്കനും എല്ലാം ചെല്ലുമല്ലോ എന്ന് ഓർത്തി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതോടെ ഞാൻ വറുക്കായിട്ട് ഇപ്പുറത്താണ്ട് ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി നാരങ്ങാനീരൊക്കെ ഒഴിച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. ചോറ് ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ പകുതി വേവാകുമ്പോൾ ചോറെടുത്ത് മാറ്റണം. ഈ സമയത്ത് ഇപ്പോൾ 2 അടുപ്പത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുക്കായിട്ടൊരു സാലഡ് ഉണ്ടാക്കാം. സാലഡ് ഞാൻ ഓൾറെഡി അരിഞ്ഞ് വെച്ച തക്കാളി, കുക്കുംബർ, ക്യാരറ്റുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, ഇതെല്ലാം കൂടെ ഞാൻ ഇട്ടിട്ട് അതിനകത്ത് കട്ട തേര് ഒഴിച്ച് ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് ഞാൻ ഇളക്കും. എനിക്ക് ഇച്ചിരി കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഉള്ളത് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് എരിയത്തൊന്നുമില്ല കേട്ടോ. ഏറ്റവും നല്ലത് ഗ്രീക്ക് യോഗട്ടാണ്. പക്ഷേ വീട്ടിൽ കട്ടത്തേര് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഇട്ടത്. പക്ഷേ ഏറ്റവും നല്ലത് ഗ്രീക്ക് യോഗട്ടാണ്. ഇതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള മോരൊഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇച്ചിരി കുരുമുളക് പിഞ്ച് ഓഫ് പെപ്പറും ഇട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സാലഡ് റെഡിയാണ്. ഇത് കളർഫുള്ളുമാണ്. കാരണം ക്യാബേജൊക്കെ ഞാൻ മറ്റേ വയലറ്റ് കളറിൽ ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവസാനം വരുമ്പോൾ നല്ല കളർഫുള്ളാണ്. അപ്പോൾ കൊച്ച് കഴിക്കുമല്ലോ എന്നോർത്താണ് ഞാൻ വയലറ്റ് ക്യാബേജ് തന്നെ എടുക്കുന്നത്. കാരണം ഇവൾ എൻ്റെ മോള് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വയറ്റി ചെല്ലിക്കണമല്ലോ എന്നോർത്തുള്ള കഷ്ടപ്പാടിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഞാൻ ഇച്ചിരി ഉപ്പിട്ടു, ഇച്ചിരി കുരുമുളക് ഇട്ട് കട്ട തേര് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ സാലഡ് റെഡിയാണ്. കണ്ടോ, ഒരു ഏകദേശം ഒരു വയലറ്റ് കളറിലിരിക്കും നമ്മുടെ സാലഡ്. നല്ല രസമാണ്, ടേസ്റ്റുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത നമ്മൾ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ചിക്കൻ നമുക്ക് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ മുട്ടയാക്കാം. മുട്ട ജസ്റ്റ് നമ്മൾ നോർമലി വെക്കുന്ന പോലെ ചിക്കി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയായി, ചിക്കനുമായി. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള പരിപാടി തുടങ്ങാം. മുട്ടയും ചിക്കനും ഉണ്ടാക്കി സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അരി ഓൾറെഡി തിളച്ച് സെറ്റായി ഞാൻ ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റുണ്ട്, ക്യാബേജുണ്ട്, അതിൻ്റെ കൂടെ കോണുണ്ട്, ബീൻസുണ്ട്. ഇത്രയും സാധനം ആദ്യം നമ്മൾ ഇച്ചിരി എണ്ണയിലിട്ട് വരട്ടും. സൺഫ്ലവർ ഓയിലിട്ട് വരട്ടുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ ആട്ടി വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഇളക്കി കൊടുക്കുക. ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇതിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് എല്ലായിടത്തും വരട്ടുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വരട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. പിന്നെ ഒത്തിരി വേവിക്കാൻ വെക്കുന്നില്ല. നമുക്കറിയാം നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന ഫ്രൈഡ് റൈസിൻ്റെ അതിനകത്ത് കിട്ടുന്ന വെജിറ്റബിൾസിൻ്റെ ഒരു വേവ് നമുക്കറിയാമല്ലോ. ഞാൻ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുഞ്ഞിനുമായിട്ട് മാത്രമല്ല, ഞാൻ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതുമല്ല, ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് അവൾ വെജിറ്റബിൾസ് അവൾ പോലും അറിയാതെ അവളുടെ വയറ്റിൽ ചെന്നോളും. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒത്തിരി എരിവൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ വെജിറ്റബിൾസ്
പകുതി വേവായപ്പോൾ നമ്മൾ വറുത്ത് വെച്ച് ചിക്കനും എഗ്ഗും ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ 3 സോസാണ് ഇടുന്നത്. ടൊമാറ്റോ കെച്ചപ്പ്, ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ് നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ കുരുമുളകും ഉപ്പും അതും നമ്മുടെ ആവശ്യത്തിന് ഈ സമയത്ത് ഇടുക. കാരണം ചോറിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ഇട്ട് കഴിയുമ്പം എല്ലായിടത്തോടും പിടിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ അതിന് പിന്നെ ഓൾറെഡി ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചോറിനകത്ത് ഓൾറെഡി ചോറ് തിളപ്പിക്കാൻ വെച്ചപ്പോൾ ഉപ്പും നാരങ്ങാനീരും ഒരു ഇച്ചിരി നെയ്യും കൂടി ഇട്ടാണ് ഞാൻ തിളപ്പിച്ചത്. വിട്ട് ഇട്ടാണ്, അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ. അപ്പം എന്തായാലും ഞാൻ ടൊമാറ്റോ സോസ് ഇട്ടു, ഗ്രീൻ ചില്ലി സോസ് ഇട്ടു, സോയാ സോസ് ഇട്ടു. ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി സെറ്റാക്കാം. ഇത് സെറ്റായതിന് ശേഷം നമ്മുടെ ചോറ് ഇതേ കണ്ടില്ലേ, കറക്റ്റ് പാകമാണ്. ഒത്തിരി വെന്തുടഞ്ഞില്ല, എന്നാൽ വിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഈ പാകത്തിന് ചോറ് എടുത്ത് ഊറ്റി വെച്ചിട്ട് ഈ ചോറ് നമ്മുടെ ആവശ്യത്തിന് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സാണ്. ഇനി നടക്കാൻ പോകുന്ന പ്രോസസ്സാണ് ഈ മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. നന്നായിട്ട് ഇളക്കി എല്ലാം ചോറും നമ്മുടെ എല്ലാം മിക്സായെന്ന് ഉറപ്പ് വരുത്തണം. ദേ അങ്ങനെ ലാസ്റ്റ് എൻ്റെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് കഴിക്കുമോ എന്ന് നോക്കാം. ദേ അവൾ കഴിച്ചു കേട്ടോ, അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, അമ്മയും കൊച്ചുമാണ് ആദ്യം കഴിച്ചത്. അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ.